പിണറായി സർക്കാരിനെ കുറിച്ച് CPM പ്രവർത്തകർക്കുള്ള അഭിപ്രായമാണ് EP ജയരാജൻ ആത്മകഥയിലൂടെ പ്രകടിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കഥയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കാര്യങ്ങൾ വ്യാജമാണെന്ന് EP ജയരാജൻ പറഞ്ഞത് കാര്യമാക്കുന്നില്ലെന്നും നേരത്തെ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നായിരുന്നു EP ജയരാജൻ പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള CPM പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഇടയിലുള്ള മോശമായ അഭിപ്രായമാണ് EP ജയരാജൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങളിത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം CPMൽ തന്നെ വലിയൊരു വിഭാഗം സഖാക്കൾ ഈ സർക്കാരിന് എതിരായ അതിശക്തമായ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ്. വലിയൊരു എതിർപ്പാണ് പാർട്ടിക്കകത്തുള്ളത്. മാത്രമല്ല BJPയിൽ സ്ഥാനാർത്ഥിത്വം ചോദിച്ചു പോയ ഒരാളെ CPMന്റെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് അവതരിപ്പിച്ചതിൽ CPMൽ കലാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിവരെയാണ് EP ജയരാജൻ തൻ്റെ ആത്മകഥയിലൂടെ ഇട്ടിരിക്കുന്നത്. കാരണം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠം ചാടിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് പാലക്കാട് മാത്രമല്ല, അത് ചേലക്കരയിൽ കൂടി പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠം ചാടിയ അവസരവാദിയെ ആണ് CPM സ്ഥാനാർത്ഥിയാക്കിയതെന്ന് CPMന്റെ ഉന്നതരായ നേതാക്കൾ പോലും പരാതിപ്പെടുന്ന സമയമാണ്. ധാരാളം ആളുകൾ, ഒരു സംഘമാണ് ഇതിൻ്റെ പുറകിൽ CPMൽ പ്രവർത്തിക്കുന്നത്. ഇപ്പം ആത്മകഥ നിഷേധിക്കുക, ഇതിപ്പോൾ CPMും EP ജയരാജൻ EP അങ്ങനെ പണ്ടും പറയുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ജാവദേക്കറെ കണ്ടോന്ന് ചോദിച്ചപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു ആരോപണം അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിച്ചു. അദ്ദേഹവും കേന്ദ്ര മന്ത്രി BJP മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നത്, രണ്ടുപേരും അത് നിഷേധിച്ചു. പിന്നീട് അദ്ദേഹം സത്യസന്ധനാണ്. ആദ്യം അത് പറഞ്ഞെങ്കിൽ അദ്ദേഹം വന്ന് പുറത്തു പറഞ്ഞു, അത് എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ അകത്ത് ഷെയർ ഉണ്ട്, അത് ഒരുമിച്ചാണ് ബിസിനസ് എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇത് തൽക്കാലം നിഷേധിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും.